ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ മതാത്മകത വർദ്ധിച്ചു വരികയാണ്. മതബോധം എല്ലാവരുടെ ഉള്ളിൽ കൂടിക്കൂടി വരുന്നു. മതനിരാശവും വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നു. ഇത് രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ നിരവധി ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ മനുഷ്യശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയെ കുറിച്ചൊക്കെ ഒരുപാട് വാദോരാതെ സംസാരിക്കാറുണ്ട്. അത് നല്ലതാണ്. നമ്മൾ പഠനങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ മുന്നോട്ട് നയിക്കേണ്ടതിനാണ്. അപ്പോൾ ഇന്ന് RCയെ പോലുള്ള രവിചന്ദ്രൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തന്നേ പറ്റുള്ളൂ സമൂഹത്തിൽ. കാരണം അത് ഒരുപാട് ആളുകളുടെ ചോദ്യമാണ്. ഞാൻ മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ചോട്ടിൽ പല ആളുകളും എഴുതാറുണ്ട്, അച്ഛാ ഇത് RCയുടെ മാത്രമല്ല ഞങ്ങളുടെയും ചോദ്യങ്ങളാണ്. അത് വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം അവരോട് ഇത്തരക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ പഠനത്തിന്റെ 5ാമത്തെ അധ്യായമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയോളജിക്കൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രത്തെക്കുറിച്ച് അതൊരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് മനുഷ്യന് വീഴ്ച സംഭവിച്ചു, മനുഷ്യന് ഒരു പാപത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പാപം എന്ന് പറയുന്നത് കള്ളം പറയുന്നതോ, ചീത്ത വിളിക്കുന്നതോ, ചീട്ട് കളിക്കുന്നതോ, മറ്റ് ഇൻടോക്സിക്കേഷൻസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല, അതൊക്കെ പാപത്തിന്റെ ഭാഗ്യമായ പ്രവൃത്തികളാണ്. പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്, മനുഷ്യനിലെ സംജാതമായ ഒരു അവസ്ഥയാണ്. അത് ദൈവത്തിൽ നകന്നപ്പോൾ മനുഷ്യനുണ്ടായ ഒരവസ്ഥയാണ്. വീഴ്ചയ്ക്ക് ശേഷമുള്ള മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. ദി നേച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ആഫ്റ്റർ ദ ഫോൾ. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം എങ്ങനെയായിരുന്നു മനുഷ്യന്റെ പ്രകൃതം എന്നുള്ളതാണ്. തിയോളജിക്കൽ ആന്ത്രപ്പോളജിയിൽ, ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ മനുഷ്യൻ ആരാണ്, അവന്റെ സ്വഭാവം എന്താണ്, ദൈവവുമായി അവന്റെ ബന്ധം എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പഠനം കൂടിയാണെന്നുള്ളത് മറന്നു പോകരുത്. ക്രിസ്തിയിൽ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മഹത്വത്തോടെ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും വീഴ്ചയ്ക്ക് ശേഷം ആ സ്വഭാവം ആഴത്തിൽ ബാധിക്കപ്പെട്ടു. അതിനാൽ മനുഷ്യനെ ശരിയായി മനസ്സിലാക്കാൻ അവന്റെ ആദിമസ്ഥിതിയും അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റസ്, അത് ഇപ്പോഴത്തെ വീണ അവസ്ഥയും ഫോളൻ സ്റ്റേറ്റസ്, ഇവ തമ്മിൽ ഒരു താരതമ്യ പഠനം ആവശ്യമാണ്. ഈ സെഷനിൽ നമ്മൾ പ്രത്യേകിച്ച് വീഴ്ചയ്ക്ക് ശേഷമുള്ള മനുഷ്യന്റെ ആത്മീക, നൈതിക, ബൗദ്ധിക ബന്ധപരമായ അവസ്ഥയെ വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ഇപ്പോഴും ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. കൂടാതെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ആത്മാവ്, ശരീരം, ബന്ധം, ദൈവകൃപയുടെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഘടന, അതാണ് ഒന്നാമത് ചിന്തിക്കുന്നത്. ശരീരം, ആത്മാവിന്റെ സ്വഭാവം. മനുഷ്യന്റെ ഘടനയെക്കുറിച്ചുള്ള പഠനത്തിൽ 2 പ്രധാന കാഴ്ചപ്പാടുകളുണ്ട്. ഡൈക്കോട്ടമി അഥവാ ശരീരം, ആത്മാവ് എന്നും, ട്രൈക്കോട്ടമി അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നും പറയാറുണ്ട്. ബൈബിൾ പല സ്ഥലങ്ങളിലും മനുഷ്യനെ ശരീരവും ആത്മാവും ചേർന്ന ഏകതയാണെന്നും അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ആത്മാവിനും ആത്മാവിന്റെ ആന്തരിക ഭാഗത്തിനും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ഭാഷ നമുക്ക് വിശുദ്ധ ബൈബിൾ കാണാം. ഈ ഒരു പഠനത്തിൽ നിൽക്കുന്നത് മനുഷ്യൻ ഒരു ഭൗതിക ആത്മീയ ഏകതയാണ് എന്ന സത്യമാണ്. ശരീരം ആത്മാവിൽ നിന്ന് വേറിട്ട ഒന്നല്ല, മറിച്ച് മനുഷ്യന്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. വീഴ്ചയ്ക്ക് ശേഷം ഈ ഏകതയിൽ അസമത്വം ഉണ്ടായി എന്നുള്ള സത്യമാണ്. ശരീരം പാപത്തിന്റെ ആകർഷണങ്ങൾക്ക് വഴങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവ് ദൈവത്തിലുള്ള ബന്ധത്തിൽ ദുർബലമാകുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിനാൽ മനുഷ്യന്റെ ഉള്ളിലെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇമാഗോ ഡിയെ അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ശേഷവും നിലനിൽക്കുന്ന ദൈവസ്വരൂപം, വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം ഇമാഗോ ഡേ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം ദൈവശാസ്ത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരു വിഷയമാണ്. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നത് മനുഷ്യൻ ഇപ്പോഴും ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ഇത് കാണാം. എന്നാൽ ആ സ്വരൂപം ഇപ്പോൾ മങ്ങിയതും വികൃതവുമായതാണ്. ഈ നിലപാട് 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നു. ഒന്നാമതായിട്ട് മനുഷ്യന്റെ മഹത്വം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനാലാണ് ഓരോ മനുഷ്യനും മാന്യമായ പരിഗണനയ്ക്ക് അർഹനാകുന്നത്.
അവൻ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയത് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മനുഷ്യന്റെ പൂർണ്ണമായ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനാലാണ് അവന് ദൈവകൃപയുടെ ആവശ്യകത. അപ്പൊ മനുഷ്യൻ വിലയേറിയവനാണ്, പക്ഷേ അവന് രക്ഷിക്കാൻ കഴിയുകയില്ല. വീഴ്ച മുഖാന്തരം ദൈവത്തിന്റെ സ്വരൂപം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയില്ല, പക്ഷേ അത് തകർത്ത് കളഞ്ഞു. അതിനാൽ രക്ഷ എന്നത് പുതുതായി ഒന്നുണ്ടാക്കൽ മാത്രമല്ല, അത് ഈ സ്വരൂപത്തിന്റെ പുനഃസ്ഥാപനമാണ്. ഡിപ്രൈവിറ്റി ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന സ്വരൂപത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്, പുനഃസ്ഥാപിക്കുകയാണ്. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തായിട്ട് മനുഷ്യന്റെ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും, ഫ്രീ വിൽ ആഫ്റ്റർ ദ ഫോൾ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യന് ദൈവത്തെ അനുസരിക്കാനും നിരസിക്കാനും കഴിവുണ്ടായിരുന്നു. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന്റെ ഇച്ഛാശക്തി പാപത്താൽ ബാധിക്കപ്പെട്ടു. അവന് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ടെങ്കിലും ദൈവത്തിലേക്കുള്ള ആത്മീയ തിരിഞ്ഞുവരവിന് അവൻ സ്വയം ശേഷിയുള്ളവനല്ല. ഇത് ബോണ്ടേജ് ഓഫ് ദ വിൽ എന്ന ആശയത്തിലൂടെ വിശദീകരിക്കപ്പെടുകയാണ്. ബോണ്ടേജ് ഓഫ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛ പൂർണ്ണമായിട്ട് കെട്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇച്ഛയുണ്ട്, പക്ഷെ അത് കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു അഴിക്കൽ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. മനുഷ്യൻ സ്വതന്ത്രനാണെങ്കിലും അവന്റെ സ്വാതന്ത്ര്യം പാപത്തിന്റെ പരിധിക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. മാർട്ടിൻ ലൂതർ തന്റെ ബോണ്ടേജ് ഓഫ് ദ വിൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നു, എന്നാൽ അവന്റെ തെരഞ്ഞെടുപ്പുകൾ പാപ സ്വഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഇത് മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവന്റെ ദുർബലതയെ വെളിപ്പെടുത്തുകയാണ്. അതിനാൽ ദൈവകൃപ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നില്ല, അത് ഇച്ഛയെ വീണ്ടെടുക്കുകയാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുകയാണ്. അടുത്തായിട്ട് ബൗദ്ധികവും നൈതികവുമായിട്ടുള്ള തകർച്ച, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ കറപ്ഷൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. വീഴ്ച മനുഷ്യന്റെ ബുദ്ധിയെയും നൈതിക ബോധത്തെയും ബാധിച്ചു. മനുഷ്യൻ സത്യത്തെ അറിയാൻ കഴിവുള്ളവനാണെങ്കിലും അവന്റെ ചിന്തകൾ ഇപ്പോൾ വികൃതമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് മനുഷ്യർ സത്യത്തെ അടിച്ചമർത്തുന്നു. സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തെ അടിച്ചമർത്തുകയാണ്. ഇത് അറിവിന്റെ അഭാവമല്ല, അറിവിന്റെ ദുരുപയോഗമാണ്. ഇവിടെയാണ് ഞാൻ ശശികല ടീച്ചറെ പോലെ, അതേപോലെ RB ബാബു സാറിനെ പോലെ, TG മോഹൻദാസ് സാറിനെ പോലെ താത്വികമായി ചിന്തിക്കുന്ന ഹിന്ദുത്വവാദികളോട് ചെറിയ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ വലിയ കൊതിയുണ്ട്, നിങ്ങൾക്ക് അതിനെ കൂട്ടുപിടിക്കുന്നത് സനാതന ധർമ്മമാണ്. അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഈ സനാതന ധർമ്മത്തിൽ മനുഷ്യന്റെ വീഴ്ചയ്ക്കും അതിന് പരിഹാരത്തിനുമുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വീണ് കിടക്കുന്ന മോറലി അപ്രൈറ്റ് അല്ലാത്ത ഒരാള് ഈ ദൈവത്തിന്റെ കൃപയെ ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നൈതികമായി മനുഷ്യന്റെ വിവേചന ശേഷി ദുർബലമായി. നല്ലതും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിലും അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഉള്ളിൽ സംഘടന നടക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ അന്തർ സംഘർഷത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇവിടെയാണ്. മനുഷ്യൻ ശരിയായത് അറിയുന്നു, പക്ഷേ തെറ്റായത് തിരഞ്ഞെടുക്കുന്നു. അങ്ങനൊരു വചനം പോലും വിശുദ്ധ ബൈബിളിലുണ്ട്. ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. കാരണം എന്താ? അതിന്റെ അവസ്ഥ എന്നിൽ കിടക്കുന്ന പാപത്തിന്റെ അവസ്ഥയാണ്. ഒരു പ്രിൻസിപ്പിൾ ഓഫ് സിൻ ഈസ് വിത്തിൻ മീ, ഇത് ഇൻക്ലിനേഷൻ ഓഫ് സിൻ എന്നതിനെ പറയും. പാപം ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. പാപത്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പം ഈ അവസ്ഥ, പാപത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്തായിട്ട് ബന്ധങ്ങളുടെ തകർച്ച, റിലേഷണൽ ബ്രോക്കൺനെസ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദമിന്റെ വീഴ്ച മനുഷ്യന്റെ ദൈവബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളെയും ബാധിച്ചു. ആദമും ഹവ്വായും ദൈവത്തിൽ നിന്ന് മറഞ്ഞത് ദൈവബന്ധത്തിന്റെ തകർച്ചയുടെ ഫലമായിട്ടാണ്. അവർ തമ്മിൽ പിന്നീട് കുറ്റപ്പെടുത്തുകയാണ്. നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീയാണ് ഇതിന് ഉത്തരവാദി എന്ന് ആദം പറയുന്നു. സ്ത്രീ പറയുന്നു സർപ്പമാണ് എന്നെ വഞ്ചിച്ചത്. അപ്പൊ അവർ തമ്മിൽ കുറ്റം ചുമത്തിയത് മനുഷ്യബന്ധത്തിന്റെ തകർച്ചയാണ്. സൃഷ്ടിയോടുള്ള ബന്ധം പോലും ശാപത്താൽ ബാധിക്കപ്പെട്ടു എന്നുള്ളത് മറന്നു പോകരുത്. ഇതിലൂടെ മനുഷ്യ ജീവിതം ഇപ്പോൾ ഒരു സംഘർഷത്തിന്റെ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്.
ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ മറ്റെല്ലാ ബന്ധങ്ങളിലും അസ്ഥിരത അനുഭവിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വ്യത്യാസപ്പെടുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ അലഞ്ഞു പോകുന്നു. എല്ലാ തലങ്ങളിലും സഹോദരങ്ങൾ തമ്മിൽ സഹോദരി ബന്ധങ്ങള്, അയൽവാസിക ബന്ധങ്ങള്, രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉലച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ രക്ഷ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തോടൊപ്പം മനുഷ്യബന്ധങ്ങളുടെ ശാന്തിയും പുനഃസ്ഥാപനവും ലക്ഷ്യമിടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് ദൈവവും ഞാനും തമ്മിൽ ബന്ധമുണ്ടായി എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തിയിൽ കാണപ്പെടേണ്ടുന്നതായ ഒരു പ്രധാനപ്പെട്ട സംഭവം സാഹോദര്യ ബന്ധം എങ്ങനെയുണ്ട്, മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം എങ്ങനെയുണ്ട്. വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയും? യോഹന്നാന്റെ ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യം. സാഹോദര്യ ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ബ്രോക്കൺ ആയിരുന്നത് യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് മെൻഡ് ചെയ്യപ്പെട്ടിട്ട് ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മുടെ ആത്മീയ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ജീവൻ അല്ലെങ്കിൽ മരണം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെ ബൈബിൾ മരണം എന്ന പദം ഉപയോഗിച്ചാണ് വിവരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ന് പറയുമ്പോൾ അതൊരു ശാരീരിക മരണത്തെ കാണിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയാണ്. അപ്പൊ ഈ ആത്മീയ മരണം മനുഷ്യനെ ദൈവത്തെ തേടുന്നതിൽ നിന്ന് തടയുന്നു. നമ്മള് ദൈവത്തെ അറിയാനും അനുഭവിക്കുവാനും ദൈവിക സാന്നിധ്യബോധം ഉണരാനും തടസ്സപ്പെടുത്തുന്നത് ഈ ഒരു ആത്മീക മരണമാണ്. അവന് ദൈവത്തെ അറിയാനുള്ള കഴിവ് സിദ്ധാന്തപരമായിട്ടുണ്ടെങ്കിലും, തിയറിറ്റിക്കലി അവന് കഴിവുണ്ട്, പക്ഷേ അവന്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുന്നില്ല. അതിനാൽ രക്ഷ ഒരു പഠന പ്രക്രിയയല്ല, അതൊരു ജീവൻ പകരുന്ന ദൈവിക ഇടപെടലാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഏക രക്ഷിതാവ് നമ്മുടെ സൃഷ്ടികർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ തക്കവണ്ണം പാപമോചനം ലഭിച്ച രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.